ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വൈദ്യുത മോട്ടോറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് പഠിക്കാം. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണല്ലോ വൈദ്യുത മോട്ടോർ. യാന്ത്രികോർജ്ജം എന്ന് പറയുമ്പോൾ പ്രധാനമായും ഭ്രമണ ഊർജമായിട്ടാണ് വൈദ്യുതോർജ്ജത്തെ മാറ്റുന്നത്. വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. An electric motor converts electrical energy to mechanical energy using electromagnetic induction. The mechanical energy is in the form of rotational energy. ഫാൻ, മിക്സി മുതലായ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതും വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി അല്ലെങ്കിൽ ഭ്രമണ ഊർജമാക്കി മാറ്റാനുള്ള വൈദ്യുത മോട്ടോറിന്റെ കഴിവ് പ്രയോജനപ്പെടുത്തിയാണ്. The ability of an electric motor to convert electrical energy to rotational energy is utilized in electrical appliances such as fan, mixie, etc. മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യുത മോട്ടോർ പ്രവർത്തിക്കുന്നത്. ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. ഇതാണ് മോട്ടോർ തത്വം. The motor principle states that a conductor which can move freely and which is kept in a magnetic field experiences a force when current is passed through it and it moves. This is the principle behind the working of an electric motor. മോട്ടോർ തത്വത്തിൽ പറയുന്നതനുസരിച്ച് ഒരു കാന്തിക മണ്ഡലം ആവശ്യമാണ്. ഇതിനായി നമ്മൾ വിപരീത കാന്തിക ധ്രുവങ്ങൾ എടുത്തിരിക്കുന്നു. ഈ കാന്തിക ധ്രുവങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന കാന്തിക മണ്ഡലമാണ് വൈദ്യുത മോട്ടോറിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാന്തിക മണ്ഡലത്തിലെ കാന്തിക ബലരേഖകളുടെ ദിശ ഏതാണ് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമോ? കാന്തിക ബലരേഖകളുടെ ദിശ ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. The direction of magnetic field lines is from north pole to the south pole. ഇനി മോട്ടോർ തത്വത്തിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? സ്വതന്ത്രമായി ചലിക്കാൻ സാധിക്കുന്ന ഒരു വൈദ്യുത ചാലകം കാന്തിക മണ്ഡലത്തിൽ വച്ചിരിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്. വൈദ്യുത മോട്ടോറിൽ കാന്തിക മണ്ഡലത്തിൽ വെച്ചിരിക്കുന്ന ഈ ചാലകത്തെ നമ്മൾ ആർമേച്ചർ എന്ന് വിളിക്കുന്നു. പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റിയ കമ്പി ചുരുളുകളാണ് ആർമേച്ചർ. സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ ഇതിനെ XY അക്ഷത്തിൽ ദൃഢമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ആർമേച്ചർ ഈസ് ദ മെറ്റാലിക് കോയിൽ wound around a soft iron core so that it is free to rotate. It is fixed firmly on the axis XY. അടുത്തതായി മോട്ടോർ തത്വം അനുസരിച്ച് ഈ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കണം. അതിനായി നമ്മൾ ആർമേച്ചറിനെ ഒരു വൈദ്യുത സ്രോതസ്സുമായി പുറമേ ഉള്ള സർക്യൂട്ട് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ആർമേച്ചറിനെ നേരിട്ട് വൈദ്യുത സ്രോതസ്സുമായി ബന്ധിപ്പിച്ചിരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. പകരം സ്പ്ലിറ്റ് റിങ്ങുകൾ, ഗ്രാഫൈറ്റ് ബ്രഷുകൾ എന്നിവ വഴിയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. The armature is connected to the electric source in the external circuit through the split rings and graphite brushes. R1, R2 എന്നീ രണ്ട് സ്പ്ലിറ്റ് റിങ്ങുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്.
ഇത് നോക്കൂ, ഒരു വളയത്തെ രണ്ടായി മുറിച്ചിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തതുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവയെ സ്പ്ലിറ്റ് റിങ്ങുകൾ എന്ന് വിളിക്കുന്നത്. ഹിയർ വി യൂസ് two split rings R1 and R2. The name comes from the fact that a continuous ring is split into two parts. സ്വതന്ത്രമായി തിരിയുന്ന ആർമേച്ചറിന്റെ രണ്ട് അഗ്രങ്ങൾ ഓരോ സ്പ്ലിറ്റ് റിങ്ങുകളെ വീതം സ്പർശിച്ചിരിക്കുന്നു. ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ മാറ്റുവാൻ സ്പ്ലിറ്റ് റിങ്ങുകൾ സഹായിക്കുന്നു. അതിനാൽ ഇവയെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്നും പറയാറുണ്ട്. The two ends of the armature touches the two split rings respectively. Split rings help to change the direction of current flow through the armature after every half rotation. So it is also called as split ring commutator. B1, B2 എന്നീ രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷുകൾ R1, R2 എന്നീ സ്പ്ലിറ്റ് റിങ്ങുകളുമായി യഥാക്രമം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവ വൈദ്യുതിയെ കടത്തിവിടുന്ന ചാലകങ്ങളാണ്. ഈ ബ്രഷുകൾ പുറമേയുള്ള വൈദ്യുത സ്രോതസ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. The graphite brushes B1 and B2 which conducts electricity are connected to the split rings R1 and R2 respectively, which in turn are connected to the external electric source. ഒരു വൈദ്യുത മോട്ടോറിന്റെ വിവിധ ഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അവ ഏതൊക്കെയാണ്? കാന്തിക ധ്രുവങ്ങൾ, ആർമേച്ചർ, മോട്ടോർ തിരിയുന്ന അക്ഷം, സ്പ്ലിറ്റ് റിങ്ങുകൾ, ഗ്രാഫൈറ്റ് ബ്രഷുകൾ എന്നിവയാണ് പ്രധാന ഭാഗങ്ങൾ. ഇനി വൈദ്യുത മോട്ടോർ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പുറമേയുള്ള സർക്യൂട്ടിൽ വൈദ്യുത സ്രോതസ്സായി എടുത്തിരിക്കുന്നത് ഒരു ബാറ്ററിയാണ്. ഇവിടെ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണല്ലോ. പുറമേയുള്ള സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹ ദിശ എപ്പോഴും ഒരേപോലെ ആയിരിക്കും. എന്നാൽ ആർമേച്ചറിലെ വൈദ്യുത പ്രവാഹ ദിശ ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും മാറുന്നു. ആർമേച്ചറിന്റെ അഗ്രങ്ങൾ ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും തൊട്ടടുത്ത സ്പ്ലിറ്റ് റിങ്ങുമായി സമ്പർക്കത്തിൽ വരുന്നതാണ് ഇതിന് കാരണം. The current flows through the external circuit in a fixed direction, but the direction of current in the armature changes after every half rotation. This happens because after every half rotation the two ends of the armature comes in contact with the other split ring. ഉദാഹരണത്തിന്, ഇപ്പോൾ ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ എ ബി സി ഡി ആണ്. എ ബി എന്ന വശം R1 എന്ന സ്പ്ലിറ്റ് റിങ്ങുമായും സി ഡി എന്ന വശം R2 എന്ന സ്പ്ലിറ്റ് റിങ്ങുമായും സമ്പർക്കത്തിൽ വന്നിരിക്കുന്നു. Now you can watch that the split ring R1 is in contact with the side AB of the armature and the split ring R2 is in contact with the side CD of the armature. The direction of current flow is A, B, C, D. എന്നാൽ ഒരു അർദ്ധഭ്രമണത്തിന് ശേഷം ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ നിരീക്ഷിച്ചാലോ? അത് ഡി സി ബി എ എന്ന ദിശയിൽ പ്രവഹിക്കുന്നു. ഒരു അർദ്ധഭ്രമണത്തിന് ശേഷം എ ബി എന്ന വശം R2 എന്ന സ്പ്ലിറ്റ് റിങ്ങുമായും സി ഡി എന്ന വശം R1 എന്ന സ്പ്ലിറ്റ് റിങ്ങുമായും സമ്പർക്കത്തിൽ വരുന്നു എന്നതാണ് ഇതിന് കാരണം. After a half rotation, the side AB comes in contact with R2 and CD comes in contact with R1. Thus, the direction of current changes
and it is now DCBA. വീണ്ടും ഒരു അർത്ഥഭ്രമണത്തിന് ശേഷം ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ ABCD എന്നായി മാറുന്നു. ഇങ്ങനെ സ്പ്ലിറ്റ് റിങ്ങുകൾ ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ ഓരോ അർത്ഥഭ്രമണത്തിന് ശേഷവും മാറ്റുന്നതിനാൽ അവയെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററുകൾ എന്നും പറയാറുണ്ട്. Since the split rings changes the direction of current flowing through the armature after every half rotation, it is also known as split ring commutator. ഇനി മോട്ടോർ തത്വത്തിലേക്ക് തിരികെ വരാം. ഒരു കാന്തിക മണ്ഡലത്തിൽ വെച്ചിരിക്കുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്. ആ ചാലകത്തിൽ ഒരു ബലം പ്രയോഗിക്കപ്പെടും, അല്ലെ? ഈ ബലം ഏത് ദിശയിലാണ് പ്രയോഗിക്കപ്പെടുക? അത് കണ്ടെത്താൻ എന്താണ് മാർഗം? അതിനായി നമുക്ക് ഫ്ലെമിംഗിന്റെ ഇടത് കൈ നിയമം പ്രയോജനപ്പെടുത്താം. In order to find the direction of force exerted on each side of the armature, we can use the Fleming's left hand rule. ഇടത് കൈയുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിക്കുക. ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലും നടുവിരൽ വൈദ്യുത പ്രവാഹ ദിശയിലുമായാണ് പിടിക്കേണ്ടത്. തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ചാലകത്തിന്റെ ചലന ദിശ ആയിരിക്കും. Hold the forefinger, the middle finger and the thumb of the left hand in mutually perpendicular direction. If the forefinger indicates the direction of the magnetic field and the middle finger the direction of the current, then the thumb will indicate the direction of motion of the conductor. ഇവിടെ കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കാണ്. ആ ദിശയിൽ ഇടത് കൈയിലെ ചൂണ്ടുവിരൽ പിടിക്കുക. അതുപോലെ ആർമേച്ചറിന്റെ AB എന്ന ഭാഗത്ത് വൈദ്യുത പ്രവാഹ ദിശ എയിൽ നിന്നും ബിയിലേക്കാണ്. ആ ദിശയിൽ നടുവിരൽ വരത്തക്ക വിധം പിടിക്കുക. ഇപ്പോൾ തള്ളവിരൽ താഴേക്കാണ് ചൂണ്ടി നിൽക്കുന്നത്. ആ ദിശയിലായിരിക്കും ബലം അനുഭവപ്പെടുക. അതായത് AB എന്ന വശം താഴേക്ക് ചലിക്കുന്നു. Hold the forefinger of the left hand in the direction of magnetic field, that is in the direction of north pole to south pole. Hold the middle finger in the direction of current, that is from A to B. The thumb will point downwards and hence the direction of force on the side AB is downwards. So the side AB moves downwards. ഇനി CD എന്ന വശത്ത് വൈദ്യുത പ്രവാഹ ദിശ സിയിൽ നിന്നും ഡിയിലേക്കാണ്. കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കാണ്. ഈ ദിശകളിൽ ഇടത് കൈയിലെ നടുവിരലും ചൂണ്ടുവിരലും യഥാക്രമം പിടിച്ചാൽ തള്ളവിരൽ മുകളിലേക്കാണ് ചൂണ്ടി നിൽക്കുന്നത്. അതായത് CD എന്ന വശത്ത് ബലം മുകളിലേക്കാണ് അനുഭവപ്പെടുന്നത്. Similarly, when you point forefinger in the direction of magnetic field and middle finger in the direction of current in the side CD, which is from C to D, then your thumb will point upwards. Therefore, the force on the side CD is upwards. Armature ABCD XY എന്ന അക്ഷത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണല്ലോ. അതോടൊപ്പം AB എന്ന വശത്ത് താഴേക്കും CD എന്ന വശത്ത് മുകളിലേക്കും ബലം അനുഭവപ്പെടുന്നു. ഇതിന്റെ ഫലമായി ആർമേച്ചർ XY എന്ന അക്ഷത്തെ ആധാരമാക്കി ഭ്രമണം ചെയ്യുന്നു. Since armature is fixed on the axis XY,
and the force on the two sides of it are opposite, the armature starts rotating. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു അർദ്ധഭ്രമണത്തിന് ശേഷം എ ബി എന്ന ഭാഗം R2 എന്ന സ്പ്ലിറ്റ് റിംഗുമായും സി ഡി എന്ന ഭാഗം R1 എന്ന സ്പ്ലിറ്റ് റിംഗുമായും സമ്പർക്കത്തിലാവും. ഇതിന്റെ ഫലമായി ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ എതിർ ദിശയിലാകുന്നു. അതായത് വൈദ്യുത പ്രവാഹ ദിശ DCBA എന്ന ദിശയിലാകുന്നു. After a half rotation, the current through the armature reverses as its ends comes in contact with the second split ring. The current flows in the direction DCBA. ഇപ്പോൾ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമപ്രകാരം സി ഡി എന്ന ഭാഗത്ത് താഴോട്ടും എ ബി എന്ന ഭാഗത്ത് മുകളിലോട്ടും ബലം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ആർമേച്ചർ ബാക്കി അർദ്ധഭ്രമണം കൂടി പൂർത്തിയാക്കി പൂർവ്വസ്ഥിതിയിൽ എത്തുന്നു. ഇതേ രീതിയിൽ ആർമേച്ചർ തുടർന്നും ഭ്രമണം ചെയ്യുന്നു. ബൈ അപ്ലൈയിങ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, the side CD moves down and the side AB moves upward. It completes another half rotation to come back to the initial stage. In the same way, rotation of armature continues in the electric motor.